കുംബ്ലങ്ങി പെരുമ്പടപ്പ് പാലം യാഥാർത്ഥ്യമാക്കുന്നതുവരെ നീണ്ട 7 വർഷക്കാലം സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയ വോയിസ് ഓഫ് കുംബ്ലങ്ങി 25 വർഷങ്ങൾക്ക് ശേഷം വോയിസ് ഓഫ് കുംബ്ലങ്ങി ചാപ്റ്റർ 2 എന്ന പേരിൽ ജനകീയ ആവശ്യങ്ങൾക്കായി വീണ്ടും സമരപരിപാടികൾക്ക് ഒരുങ്ങുന്നു. വെള്ളക്കെട്ട് മൂലം ജീവിതം പ്രതിസന്ധിയിലായ നൂറുകണക്കിന് കുടുംബങ്ങളുടെ അതിജീവനം സാധ്യമാക്കുക, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക തുടങ്ങിയ 5 പ്രധാന ആവശ്യങ്ങളാണ് സംഘടന വരും തലമുറയ്ക്ക് വേണ്ടി ഉന്നയിക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് കുംബ്ലങ്ങി പെരുമ്പടപ്പ് പാലം യാഥാർത്ഥ്യമാകുന്നതുവരെ നീണ്ട 7 വർഷക്കാലം ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയായ വോയിസ് ഓഫ് കുംബ്ലങ്ങി ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് വോയിസ് ഓഫ് കുംബ്ലങ്ങി ചാപ്റ്റർ 2 എന്ന പേരിൽ വീണ്ടും ഒന്നിക്കുന്നു. 5 പ്രധാന ആവശ്യങ്ങളാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങൾ ഈ വോയിസ് ഓഫ് കുംബ്ലങ്ങി രൂപീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു പാലത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഈ സംഘടന രൂപീകരിക്കുന്നത്. പാലം എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിരിച്ചുവിടും. ഇപ്പോൾ രണ്ടാമത് വളരെ ജനകീയമായ ചില പ്രശ്നങ്ങൾ നിർത്തിക്കൊണ്ട് വീണ്ടും ഒന്നുകൂടി നമ്മൾ ഈ 27 വർഷത്തിന് ശേഷം ജോസഫ് കുംബ്ലങ്ങി എന്ന് സംഘടിപ്പിക്കുക. വെള്ളക്കെട്ട് മൂലം ജീവിതം തന്നെ പ്രതിസന്ധിയിലായ നൂറുകണക്കിന് കുടുംബങ്ങളുടെ അതിജീവനം സാധ്യമാക്കുക, കുംബ്ലങ്ങി ഇപ്പോൾ നേരിടുന്നതും ഇനി വരാനിരിക്കുന്നതുമായ വൻ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, കായലിൽ പതിറ്റാണ്ടുകളായി നീക്കം ചെയ്യാത്ത എക്കൽ നീക്കം ചെയ്യുക, 50 മീറ്റർ എന്ന ഇപ്പോഴത്തെ CRZ നിയമം 20 മീറ്ററായി കുറയ്ക്കുക, കുംബ്ലങ്ങിയിൽ റിംഗ് റോഡ് നിർമ്മിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക എന്നീ ആവശ്യങ്ങളാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ പറയുന്നത് റിംഗ് റോഡ് കൊണ്ടുവരിക, ആദ്യം എക്കല് നീക്കം ചെയ്യണം, റിംഗ് റോഡിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ രണ്ടും കൂടി ഒരു സംയോജിപ്പിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതൊരു സുഖമായിട്ടുള്ള കാര്യമായിട്ട് ദൂരേക്കിടത്തേക്കും പമ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നാഷണൽ ഹൈവേക്ക് ചെറപ്പിലും അതുപോലെ കൊടുങ്ങല്ലൂരും ഒക്കെ മണ്ണെടുക്കുന്നുണ്ട് പുഴയിൽ നിന്ന്. കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ CRZ സെക്കൻഡ് ഫേസിലാണ് കിടക്കുന്നത്. ഫസ്റ്റ് ഫേസിലാണ് ഏറ്റവും ദുരിതമുള്ളത്. സെക്കൻഡ് ഫേസ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് 50 മീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ജനസാന്ദ്രതയുള്ള വില്ലേജ് ആയതുകൊണ്ട്, പഞ്ചായത്ത് ആയതുകൊണ്ട് അത് 20 മീറ്റർ ആക്കാൻ പറ്റും. ഇതിനായി വിപുലമായ സമരപരിപാടികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. സെക്രട്ടറി CC ജോർജ്, വി ജോൺ, ജൂഡ് മാസ്റ്റർ, നെൽസൺ മാത്യു മാസ്റ്റർ എന്നിവർ വോയിസ് ഓഫ് കുംബ്ലങ്ങി ചാപ്റ്റർ 2 പ്രവർത്തന പരിപാടികൾ വിശദീകരിച്ചു. ക്രമാതീതമായിട്ട് വാഹനം വർദ്ധിക്കുമ്പോഴേക്കും ഈ അപകട സാധ്യതകളും മരണപ്പെടലും ഒക്കെ കൂടാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ എന്ത് വില കൊടുത്തും കുംബ്ലങ്ങിക്ക് ഒരു ബൈ റോഡ് ഉണ്ടാകുക എന്നുള്ളത്, ഒരു പാരലായിട്ടുള്ള ഒരു റോഡ് സംവിധാനം ഉണ്ടാകുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ കുംബ്ലങ്ങിയിൽ 7 പള്ളികളുണ്ട്. ഇവിടെയെല്ലാം പ്രദക്ഷിണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൽ ഉത്സവങ്ങൾ നടക്കുന്നു. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സമയങ്ങളിലെല്ലാം തന്നെ ഈ റോഡ് മിക്കവാറും ബ്ലോക്കാകുന്ന സാഹചര്യമാണ്. കുംബ്ലങ്ങിക്കാർക്ക് ഈ റോഡ് മാറ്റി വേറൊരു റോഡ് വഴി പോകാനായിട്ടുള്ളൊരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ആൻസൺ വെളിയിൽ, വർഗീസ് ജേക്കബ്, ബിജോയ് KT, KR വർഗീസ്, സാബു സെബാസ്റ്റ്യൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഫുഡിന്റെ കാര്യത്തിൽ സോൾട്ട് ഒരു സ്വർഗം തന്നെയാണ്. 300-ൽ പരം കൊതിയൂറും വിഭവങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.